ഇതോടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നാൽ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുമെന്നും അല്ലെങ്കിൽ തിരിച്ചടിക്കുമെന്നായിരുന്നു ഹിസ്ബുള്ള നൽകിയ താക്കീത് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഹിസ്ബുള്ള പാലിച്ചിരിക്കുകയാണ്. തിരിച്ചടി ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നും അന്ന് ഹിസ്ബുള്ള ഡെപ്യൂട്ടി നേതാവ് മഹ്മൂദ് കൊമാത്തി പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഹിസ്ബുള്ളയുടെ വലിയൊരു ഡ്രോൺ ആക്രമണം വീണ്ടും ഇസ്രയേലിൽ വരുന്നത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രയേൽ ലെബനാനിൽ നിരന്തരമായി വ്യോമാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം എന്ന് പറയുന്നത്. ഇസ്രയേലിന്റെ കരാർ ലംഘനത്തെ മധ്യസ്ഥരായിട്ടുള്ള US-ഉം ഫ്രാൻസും നിരാശവൽക്കരിക്കുകയാണെന്നും ആരോപണവും ഉണ്ട്. ഇതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത്. അതിനാലാണ് നേരത്തെ ഇസ്രയേലി സൈനിക താവളത്തെ ആക്രമിക്കേണ്ടി വന്നത് എന്ന് നേരത്തെ തന്നെ ഹിസ്ബുള്ള പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ഇറാൻ യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതായിട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഭീതിയിലാണ്. ഇതിനിടയിൽ തന്നെ ഇറാൻ തങ്ങളുടെ ബഹിരാകാശ വിക്ഷേപണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയെന്ന വെളിപ്പെടുത്തലുകൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാന്റെ ആണവ നയം സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസി ഡയറക്ടർ റാഫേൽ മരിയോനോ ഗ്രോസി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, ഇസ്രയേൽ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയവ ഇറാന്റെ ബഹിരാകാശ വിക്ഷേപണ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ ഇറാൻ ആണവ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത്. ഇത് വിപുലീകരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇസ്രയേൽ ഭസ്മമാകും. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ റാഫേൽ മരിയോനോ ഗ്രോസിയെ പോലുള്ള അന്താരാഷ്ട്ര നേതാക്കൾ ഇറാന്റെ നീക്കങ്ങളെ കുറിച്ചും ഇറാന്റെ ആണവ നയം സംബന്ധിച്ചും ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ബഹിരാകാശ വിക്ഷേപണത്തിന്റെ വിജയത്തിന് പിന്നാലെ ഇറാൻ ആണവ മിസൈൽ പദ്ധതികൾക്ക് രൂപം കൊടുക്കുമെന്ന ഭയമാണ് ഇപ്പോൾ പാശ്ചാത്യ ശക്തികളെ കീഴടക്കിയിരിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നുവെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇറാൻ തങ്ങളുടെ ബഹിരാകാശ വിക്ഷേപണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയത്. ഇതിനിടെ ഗസ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രയേൽ തുടരുന്ന യുദ്ധവും ലെബനാനിൽ അസ്വസ്ഥമുള്ള വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാലും ഇറാന്റെ ഈ ഒരു നീക്കങ്ങളെ ഒരു സംശയത്തോടെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നതും. വിശാലമായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരാനിരിക്കുന്ന ഭരണകൂടവുമായിട്ട് ഇറാൻ സാധ്യമായ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നാണ് വിവരം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ മനാമ ഡയലോഗിന്റെ ഭാഗമായിട്ട് ഈ ബഹ്റൈനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഗ്രോസി ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. യുറേനിയം കൂടുതൽ വേഗത്തിൽ സമ്പുഷ്ടമാക്കാൻ യുറേനിയം വാതകം ഒരുമിച്ച് അതിവേഗം പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കൂട്ട ഉപകരണങ്ങൾ അടങ്ങുന്നതാണ് കാസ്കേഡുകൾ എന്ന് പറയുന്നത്. ഈ പ്രക്രിയ ഉപയോഗിച്ച് 5% യുറേനിയത്തിൽ നിന്ന് അതിവേഗം 20% യുറേനിയം വേർതിരിച്ചെടുക്കാനാവും. ഇറാൻ യുറേനിയം ഭൂരിഭാഗവും സംഭരിച്ചിരിക്കുന്നത് പർവ്വതത്തിനടിയിൽ നിന്ന് അതീവ സുരക്ഷിത മേഖലയിലെ ആണവ റിയാക്ടർ കേന്ദ്രങ്ങളിലാണ്. അതേസമയം ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന് നവംബർ അവസാനത്തിൽ തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ യുറേനിയത്തിന്റെ അളവ് 60% വർദ്ധിപ്പിക്കുമെന്നും ഫോർഡോയിൽ മാത്രം പ്രതിമാസം 34 കിലോഗ്രാമിൽ കൂടുതൽ എത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും നവംബറിൽ മുന്നോട്ട് വെച്ച പ്രമേയം ഇറാനെ ചൊടിപ്പിക്കുന്നുണ്ട്. അതായത് ഇത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള ഇറാന്റെ സഹകരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നിലധികം ബോംബുകളുടെ മൂല്യമുള്ള ആയുധ ഗ്രേഡ് യുറേനിയത്തിലേക്ക് വേഗത്തിൽ നീങ്ങാനുള്ള ശേഷി ഇറാൻ വർദ്ധിപ്പിക്കുന്നത് തെറ്റായ കണക്കുകൂട്ടലിന്റെയും സൈനിക നടപടിയുടെയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആരോപണം. എന്നാൽ 2015 കരാർ 2025 ഒക്ടോബറിൽ അവസാനിക്കുന്നതിന് മുമ്പ് ചർച്ചകൾ പുനർജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ഇറാനെതിരെ ആരോപണങ്ങളുമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ 220 കിലോമീറ്റർ കിഴക്ക് റൂറൽ സെനാൻ പ്രവിശ്യയിലെ ഇറാന്റെ ഇമാം ഖമേനി സ്പേസ് പോർട്ടിൽ നിന്നാണ് ബഹിരാകാശ വിക്ഷേപണവും നടന്നിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഉപഗ്രഹ വിക്ഷേപണം UN സുരക്ഷാ കൗൺസിൽ പ്രമേയത്തെ ധിക്കരിക്കുന്നതായിട്ടും ആണവായുധങ്ങൾ എത്തിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തനം നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടതായിട്ടും അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട UN ഉപരോധം 2023 ഒക്ടോബറിൽ അവസാനിക്കുകയും ചെയ്തിരുന്നത്. ഇത് സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നതായിട്ട്
ഇറാന്റെ പരിഷ്കരണവാദിയായിട്ടുള്ള പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ സൂചന നൽകിയിരുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ഇറാൻ ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുവെന്നും വർഷങ്ങൾക്ക് മുമ്പുള്ള റിപ്പോർട്ട് ഇന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുന്നതാണ്. അന്നു മുതൽ അമേരിക്കയും ഇസ്രയേലും എന്ത് വില കൊടുത്തും ഇറാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ ഇറാന് സ്വന്തമായിട്ടൊരു ആണവായുധമുണ്ട്. ഇനി ഇതിനായി അന്താരാഷ്ട്ര ആണവായുധ ഏജൻസി ഉപയോഗിച്ച് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇറാൻ വീണ്ടും മുന്നോട്ട് വരുന്നതും ഇസ്രയേലിനെ തീർക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നതും.